ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാനൊരു വോൾ ഹാങ്ങിങ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത്. അതിനുശേഷം ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗം റൗണ്ടിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിനി ആ കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വോൾ ഹാങ്ങിങ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ ഒക്കെ ചെറുതായിട്ട് ചുരുട്ടി അതിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ ചെറിയ കമ്പൊക്കെ ഒരേ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡ് പീസിൽ ഫുള്ളായിട്ട് നമ്മൾ എടുത്തിരുന്ന ഐസ്ക്രീം സ്റ്റിക്ക് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ ഫ്ലവറാണ് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഉണ്ടാക്കിയ ഫ്ലവറാണ് കേട്ടോ. ഈ ഫ്ലവർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നാളായി, ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പഴുത്ത ഓറഞ്ച് എടുക്കുക. അതിന് ശേഷം കത്തി വെച്ചിട്ട് അത് ഇതേ രീതിയിൽ അതിൻ്റെ തൊലി ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒറ്റ ഒരു പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അധികം വീതിയില്ലാത്ത രീതിയിൽ ആ തൊലി ഫുള്ളായിട്ട് കത്തി വെച്ചിട്ട് ഇതേ രീതിയിൽ ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കൈ കൊണ്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് പൊളിച്ചെടുക്കണം. നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ തൊലി പഴുത്തതായതുകൊണ്ട് ചിലപ്പോൾ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പം മുറിഞ്ഞു പോകാതെ അത് ഫുള്ള് ഇതേ രീതിയിൽ ഒന്ന് നമ്മുടെ ഓറഞ്ചിൽ നിന്നൊന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. നമ്മളത് അടർത്തിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നീളത്തിൽ ഒറ്റ ഒരു പീസായിട്ട് കിട്ടും കേട്ടോ. അപ്പം തൊലി മുറിഞ്ഞു പോകാതെ ഇതേ രീതിയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി ഒരു സൈഡിൽ നിന്ന് ഇതേ രീതിയിൽ ഫുള്ളൊന്ന് കൈ കൊണ്ട് ചുരുട്ടി അത് മൊത്തം ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഒരുപാട് ടൈറ്റിൽ ചുരുട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട് കേട്ടോ. ഇതേ രീതിയിൽ എന്നിട്ട് ലാസ്റ്റ് കൈ കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അയച്ചൊക്കെ കൊടുക്കുക. നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. കുറച്ചധികം ദിവസം വെയിലത്ത് വയ്ക്കണം കേട്ടോ, എന്നാലേ അത് നമുക്ക് ശരിക്കും ഒന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കുറച്ചധികം ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ അടിഭാഗം ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയപ്പോൾ അതൊന്നും ഒട്ടിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ രീതിയിൽ അതൊന്ന് ഉണങ്ങിയ ശേഷം അതിൻ്റെ അടിഭാഗം ഒന്ന് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുക കേട്ടോ. അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാ ഫ്ലവറിൻ്റെ അടിഭാഗവും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അതെങ്കിൽ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ചില ഫ്ലവറൊക്കെ കറക്റ്റ് അതേപോലെ സെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ടിൽ കാണുന്നില്ലേ, ആ ഭാഗത്താണ് ഈ ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയൊന്നും ഇപ്പോൾ എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം പേപ്പറും കൊണ്ടാണെങ്കിലും ഇതേ രീതിയിൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എക്ട്രയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഫ്ലവറൊക്കെ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള മിററൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഫ്ലവർ ഒട്ടിക്കുന്നതിന് മുന്നേ ആ മിറർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേ രീതിയിൽ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ മിറർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ഫ്ലവറിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ വേണമെങ്കിൽ കളർ കൊടുക്കാതെ അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ
വെക്കാം കേട്ടോ. നല്ലൊരു വാർണിഷൊക്കെ അടിച്ചു കൊടുത്താൽ അത് ഒരു കേടും കൂടാതെ അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി, എന്നിട്ട് ഇതിന് ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഫ്ലവറിന് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ആ സ്റ്റിക്കിലേക്ക് ഞാൻ കുറച്ച് ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഗോൾഡൻ കളറുള്ള ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കിന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാതെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ പെയിൻറ്റ് ചെയ്യാതെ അതിൽ ഫുൾ ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനത് ഫുള്ള് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോൾ ഹാങ്ങിങ് ക്രാഫ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.